السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. حوادث الزمان എന്ന അധ്യായത്തിൽ വഖാല ജസ് ഇബ്നു ദിറാർ അഖു ശമ്മാഖ്, ശമ്മാഖ് എന്നവരുടെ സഹോദരൻ ജസ് ഇബ്നു ദിറാർ എന്ന ഷായർ പറയുന്നു. ശമ്മാഖ് എന്നവര് ഖാദിസിയ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത മഹാനാണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ജസ് ഇബ്നു ദിറാർ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന സമയത്ത് അദ്ദേഹത്തിന് മർസിയത്ത് എഴുതി പാടിയ വ്യക്തിയാണ് ജസ് ഇബ്നു ദിറാർ. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഷാഇർ. അദ്ദേഹം തന്റെ കുടുംബങ്ങൾക്ക് സംഭവിച്ച ബുദ്ധിമുട്ടും ആപത്തും ബലാവുമൊക്കെ ജനങ്ങൾ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞപ്പോ അതിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ചില വരികളാണ്. അദ്ദേഹം തന്റെ കുടുംബത്തെയും വിട്ട് മറ്റൊരു പ്രദേശത്തായിരുന്നു ആ സമയത്ത്. അദ്ദേഹം പറയുന്നു, അതാനി ഫലം അസ്റർ ബിഹി ഹീന ജാഅനി ഹദീസുൻ ബിഅലൽ ഖുന്നതൈനി അജീബു തസാമംതുഹു ലമ്മാ അതാനി യഖീനുഹു വഅഫ്സഅ മിൻഹു മുഖ്തിഉൻ വമുസീബു وحدثت قومي أحدث الدهر فيهم وأهدوهم بالحادثات قريب فإن يك حقا ما أتاني فإنهم كرام إذا من النائبات تنوب فقيرهم مبدي الغنى وغنيهم له بارك للسائرين رطيب ذلولهم صعب القياد وصعبهم ذلول بحق الراغبين ركوب إذا رنقت أخلاق قوم مصيبة تصفى لهم أخلاقهم وتطيب ومن يغمر منهم بفضل فإنه إذا من تما في آخرين نجيب. അപ്പോൾ നമ്മുടെ ഷായർ ജസ് ഇബ്നു ദിറാർ, അദ്ദേഹം നമ്മൾ പറഞ്ഞു മുഖദ്ദറമാണ്. അദ്ദേഹം മാസിനി കുടുംബക്കാരനാണ്. അദ്ദേഹത്തിന്റെ കൗമിന് ഒരു മറ്റുള്ള ആളുകളുടെ കടന്നുകയറ്റം ഉണ്ടാവുകയും അത് മുഖേന അവർക്ക് അപകടം സംഭവിക്കുകയും വലിയ വിപത്തേൽക്കുകയൊക്കെ വന്നപ്പോ അദ്ദേഹം പറഞ്ഞതാണ്, അത്താനി എനിക്ക് വന്നു, ഫലം ഉസ്റർ ബിഹി ഹീന ജാഅനി, അങ്ങനെ വന്ന സമയത്ത് അതെനിക്ക് ഗുണമുള്ളതായില്ല. ഫലം ഉസ്റർ ബിഹി, ഉസ്റർ ബിഹി എനിക്ക് സന്തോഷമുള്ളതായില്ല എന്ന് വെച്ചാൽ എനിക്ക് ഗുണം ഉള്ള ഒന്നായില്ല. എപ്പോ ഹീന ജാഅനി ഹദീസുൻ, എനിക്ക് വാർത്ത വന്നപ്പോൾ എന്നാണ്. അത്താനി എന്നതിന്റെയും ഹീന ജാഅനി എന്നതിന്റെ ഒക്കെ സംഭവം അത് ആമിൽ ഒന്ന് തന്നെ, ഹദീസുൻ. അപ്പൊ എനിക്ക് ഒരു വാർത്ത വന്നപ്പോൾ, ആ വാർത്ത വന്ന സമയത്ത് അതുകൊണ്ട് എനിക്ക് ഒരു ഗുണമുള്ള വാർത്തയായില്ല. എവിടുന്നാ വന്നത്? ബി അയലൽ കുന്നത്തൈനി, രണ്ട് മലകളുടെ അപ്പുറത്ത് നിന്ന്. കുന്നത്തൈൻ രണ്ട് മലകളാണ്. അജീബു, ഹദീസ് എന്നതിന്റെ സിഫത്താണ് അജീബു, അത്ഭുതകരമായിരിക്കുന്ന വാർത്ത വന്നപ്പോൾ. അങ്ങനെ തസാമംതുഹു ലമ്മ അതാനി യഖീനുഹു, തസാമംതുഹു, തസാമമ എന്ന് പറഞ്ഞാൽ അവിടെ അസമ്മാണെന്ന് വെളിവാക്കുക, അസമ്മാണെന്ന് വെളിവാക്കുക. യഥാർത്ഥത്തിൽ അസമ്മല്ല. തസാമമ പറഞ്ഞ ഇദ്ഹാറു റജ്ലി അന്നഹു അസമ്മ വലൈസ ബി അസമ്മ എന്നാണ്. അസമ്മ് അല്ലാതിരിക്കെ ഒരാള് അസമ്മാണെന്ന് വ്യക്തമാക്കുക.
അതിനിക്കാണ് തസാമമാണ്. അപ്പൊ തസാമം തുഹു, ആ വാർത്തക്ക് ഞാൻ ചെവി കൊണ്ടില്ല എന്നർത്ഥം. എപ്പോ ലമ്മ അത്താനി യഖീനുഹു വ അഫ്സഅ മിൻഹു മുഖ്തിഉം വ മുസീബു എന്ന് വെച്ചാൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നർത്ഥം. കേട്ടു പക്ഷെ കേൾക്കാത്ത പോലെയായി, അതാണ് തസാമം. ആ വാർത്തയുടെ യഖീൻ വന്നപ്പോ അങ്ങനെ എന്ത് ചെയ്തു? വ അഫ്സഅ മിൻഹു മുഖ്തിഉം വ മുസീബു, അത് കാരണം പേടിച്ചുപോയി. ആരൊക്കെ? മുഖ്തിഉം മുസീബും പേടിച്ചുപോയി. ആരാ മുഖ്തി? ഈ വാർത്ത കേൾക്കുമ്പോ അംഗീകരിക്കാത്ത ആളുകൾ, അവര് മുഖ്തി ആണ്. അവർക്ക് തെറ്റ് സംഭവിച്ചു, അവർ അംഗീകരിച്ചില്ല, അവരും പേടിച്ചു. അതോടൊപ്പം മുസീബു, അംഗീകരിച്ചവർ, അവർ മുസീബത്ത് പറ്റിയവരാണ്. വിഷയം അവർ അംഗീകരിക്കുന്നുണ്ട്, അവർ പാവങ്ങൾ, അവർക്ക് മുസീബത്ത് പറ്റി. അപ്പൊ രണ്ടു കൂട്ടരും എന്ത് ചെയ്തു? പേടിച്ചു. അഥവാ ഈ വിഷയത്തിൽ സംശയിച്ചു നിന്നവരും ഉറപ്പിച്ചവരും എല്ലാവരും ഈ വാർത്ത കേട്ട് പേടിച്ചുപോയി. എന്നിട്ട് അതിന്റെ വിശദീകരണം പറയുമ്പോൾ ഹുദ്ദിസ്തു ഖൗമി അഹ്ദസ അദ്ദഹ്റു ഫീഹിം വഹുദ്ദിസ്തു, എനിക്ക് വിവരം കിട്ടി കൗമനെ സംബന്ധിച്ച്, എന്റെ കൗമനെ സംബന്ധിച്ച് എനിക്ക് വിവരം കിട്ടി. എന്ത്? അഹദസ അദ്ദഹ്റു ഫീഹിം, കാലം അവരിൽ മുസീബത്തുണ്ടാക്കിയിട്ടുണ്ട് എന്ന്. വ അഹ്ദുഹുമു ബിൽ ഹാദിസാത്തി ഖരീബു, അവർക്ക് അടുത്ത് തന്നെ വലിയ ഭയാനകമായിരിക്കുന്ന ഒരു വലിയ വിപത്ത് പറ്റും എന്നുള്ള കരാറും അവർക്ക് വന്നു. അഥവാ അവർക്ക് മുസീബത്ത് പറ്റി, ഭയാനകമായിരിക്കുന്ന വെറുക്കപ്പെടുന്ന ഒരു വലിയ വിപത്ത് അവർക്ക് കരാറ് ചെയ്യപ്പെട്ടതുപോലെ നിർബന്ധമായി അവർക്ക് വരാനിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാം ഫഇയകു ഹഖ്ഖൻ മാ അതാനി ഫഇന്നഹും കിറാമു, ആ സംഭവം സത്യമാവുകയാണെങ്കിൽ ഫഇയകു ഹഖ്ഖൻ മാ അതാനി, എനിക്ക് കിട്ടിയ വിവരം, അവർക്ക് വിപത്ത് സംഭവിച്ചു എന്നുള്ള വിവരം അത് വാസ്തവമാവുകയാണെങ്കിൽ ഫഇന്നഹും കിറാമുൻ, അവർ മാന്യന്മാരാണ്. എപ്പോ? ഇദാമന്ന ഇബാദു തനൂബു, കാല മുസീബത്തുകൾ ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ വരുമ്പോ അവര് മാന്യന്മാരാണ്. എന്തങ്ങനെ പറയാൻ കാരണം? ഞാൻ ഈ കേട്ട സംഭവം യഥാർത്ഥത്തില് സത്യമാണ് എങ്കിൽ എനിക്കതിനെക്കുറിച്ച് വേവലാതി ഇല്ല, പൊറുതികേടുമില്ല. എന്തുകൊണ്ട്? അവര് മാന്യന്മാരാണ്, അവര് അങ്ങനത്തെ കാല മുസീബത്ത് വരുമ്പോ ക്ഷമിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് അതില് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിന്റെ ഖളാ ആണ് എന്ന് ഞാൻ എന്ത് ചെയ്യും? തൃപ്തിപ്പെടുന്നു. അള്ളാഹിന്റെ ഖളാ അത് അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം വരും, നമുക്കതിൽ യാതൊരു കൈകടത്തലുമില്ല. അതുകൊണ്ട് ഞാൻ ഈ കേട്ട സംഭവം സത്യമാണെന്ന് വെച്ചാൽ പോലും, സത്യമാണെങ്കിലും എനിക്ക് അതിനെക്കുറിച്ചുള്ള യാതൊരു പരിഭവവുമില്ല, അവര് ക്ഷമ കൈക്കൊള്ളുന്നവരാണ് എന്ന് തന്റെ കൗമിനെ അദ്ദേഹം എന്ത് പറയാണ്? പുകഴ്ത്തി പറയാണ്. എന്നിട്ട് പറയാണ് ഫഖീറുഹും മുബ്ദിൽ ഗിന, എന്റെ കുടുംബത്തിലെ, അവർ എന്ന് പറയുന്ന കുടുംബാണല്ലോ, തന്റെ കൗമിലെ ഫഖീർ മുബ്ദിൽ ഗിന, അവര് ഗിന വെളിവാക്കുന്നവരാ. യഥാർത്ഥത്തിൽ അവര് ഫഖീറാണ്, പക്ഷെ അവര് ഫഖീറാണെന്ന് നടിക്കൂല, ഉള്ള പോലെ നടിക്കും. ആരെ മുന്നിലും ഫഖീറാണ് എന്ന് പിന്നെ തെളിയിക്കാൻ അവര് തയ്യാറല്ല. നേരെ മറിച്ച് എന്ത് ചെയ്യും? ഫഖീറാണെങ്കിൽ പോലും അവര് മുതലാളിമാരാണ് എന്ന് വരുത്തി തീർക്കും, ആരോടും കൈ നീട്ടുക. വഗനിയ്യുഹും ലഹു വറഖുൽ ലിസായിലീന റതീബു, അവരിലെ ഗനിയ്യ് അവർക്ക് ഉണ്ട്. എന്ത്? സായിലീങ്ങൾ, ചോദിച്ചു വരുന്ന ആളുകളുടെ അടുക്കല് പച്ചയായിരിക്കുന്ന ഇലയുണ്ട് എന്ന് വെച്ചാൽ ഒട്ടകങ്ങളൊക്കെ പച്ച ഇല തിന്നിട്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ അതിനോട് കിനായത്താക്കി പറയാണ്. മറ്റുള്ള ആളുകളൊക്കെ ഇവർക്ക് നൽകൽ തടയപ്പെട്ടാലും ഇവര് എന്ത് ചെയ്യും? ഇവര് ജനങ്ങള് ഇവരുടെ പിന്നെ കസ്റ്റഡിയിൽ, ഇവരുടെ ഔദാര്യത്തിൽ ജീവിക്കും. ഏതുപോലെ? ഒട്ടകങ്ങൾക്ക് പച്ചില കൊടുത്ത് ജീവിക്കുന്നത് പോലെ.
അപ്പൊ മുന്തിയ ഇനം മുതലുകളും ആവശ്യമുള്ള വസ്തുക്കളും കൊടുക്കുന്ന ആളുകളാണ് എന്ന്. അവർക്ക് ഉള്ളതിനനുസരിച്ച് അവർ കൊടുക്കും. അവര് ഫക്കീറാണെങ്കിൽ പോലും അതെന്താവാറില്ല, അവര് വെളിവാക്കാറില്ല. ഫക്കീർത്തരം വെളിവാക്കൂല. ആരെങ്കിലുമൊക്കെ ചോദിച്ചു വരികയാണെങ്കിൽ ഉള്ളത് അവര് കൊടുക്കും. ദലൂലുഹും സഅബുൽ ഖിയാദി വസഅബുഹും ദലൂലുൻ ബിഹഖ്ഖിർ റാഗിബീന റഖൂബു. എന്നിട്ട് ഷായർ വീണ്ടും പറയുന്നു, ദലൂലുഹും സഅബുൽ ഖിയാദി. അവരില് ദലൂല് എന്ന് പറഞ്ഞാൽ അവസരങ്ങളൊക്കെ എളുപ്പമുള്ള, എല്ലാ നിലക്കും സാഹചര്യങ്ങളൊക്കെ ഒത്ത ആളുകൾ എന്റെ സമുദായത്തില്, എന്റെ കൗമില്, അവർ സഅബുൽ ഖിയാദി, അവര് യഥേഷ്ടം സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടായവരെ പോലെ. എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ യഥേഷ്ടം സഞ്ചരിക്കാനൊക്കെ കഴിവുണ്ടായിട്ട് പോലും അതവര് വെളിവാക്കാതെ അടങ്ങി ഒതുങ്ങുന്നു. സഅബുൽ ഖിയാദ്, ഖിയാദ് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, അത് ബുദ്ധിമുട്ടായവരെ പോലെ. എന്നാൽ തിരിച്ചു സഅബുഹും, എന്റെ സമൂഹത്തിലെ പ്രയാസമുള്ളവർ, അവര് ആ പ്രയാസവും എന്ത് ചെയ്യില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കൂല. അവര് ദലൂലുൻ, നേരെ തിരിച്ചും യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റുന്നവരെ പോലെയാണ്. ബിഹഖ്ഖിർ റാഗിബീന റഖൂബു. ആവശ്യമുള്ള ആളുകൾക്ക് അവർ റഖൂബാവും. റഖൂബ് മർക്കൂബിന്റെ മാണ്. അവര് ആവശ്യമുള്ള ആളുകൾക്ക് ഒരു വാഹനമായി അവരെന്തെയും കൊണ്ട് എത്തിക്കേണ്ട ആളുകൾക്ക് സഹായം എത്തിച്ചിട്ടും, യാത്ര ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് അതിന് സൗകര്യം കൊടുത്തിട്ടും, അത്തരം ഒരു സമീപനം എന്റെ കൗമ് സ്വീകരിക്കും. പ്രയാസം അവർ മറച്ചുവെക്കും. യഥേഷ്ടം അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നവർ പോലും അങ്ങനെ സഞ്ചരിക്കാതെ കുറച്ചെന്തെയും അതിൽ നിന്ന് കുറവ് വരുത്തും. അതേപോലെ തന്നെ അതിന് പറ്റാത്ത ആളുകൾ പറ്റുന്നത് പോലെ അവരെന്തെയും, അവരെ കൊണ്ട് പറ്റുന്നത് അവർ ചെയ്യും. ഇദാ റന്നഖത്ത് അഖ്ലാഖ് ഖൗമിൻ മുസീബത്തൻ ഫസഫ്ഫാ ലഹാ അഖ്ലാഖുഹും വതതീബു. ഇദാ റന്നഖത്ത് അഖ്ലാഖ് ഖൗമിൻ മുസീബത്തുൻ. തന്റെ സമൂഹത്തിന്റെ സ്വഭാവങ്ങളെ, മുസീബത്തുകള് മാറ്റിമറിച്ചാൽ, കദ്ദറഹു, അത് കലക്കുക, കളറ് മാറ്റുക എന്ന്. മുസീബത്തുകൾ ധാരാളം വന്ന് തന്റെ സമൂഹത്തിന്റെ, തന്റെ കൗമിന്റെ സ്വഭാവം മാറിയാൽ, തസഫ്ഫാ ലഹാ അഖ്ലാഖുഹും വതതീബു. നിരന്തരം മുസീബത്തുകളും ബലാഹുകളും വന്നിട്ട് അവർക്ക് പരീക്ഷണവും, പരീക്ഷണത്തിന്റെ പിറകെ വീണ്ടും പരീക്ഷണം വരിക. അതാണ് സ്വഭാവം എന്ത് ചെയ്യുക, കളറ് മാറ്റുക, കലങ്ങുക എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ വരുമ്പോ തസഫ്ഫാ ലഹാ അഖ്ലാഖുഹും വതതീബു, അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യും, തെളിഞ്ഞതാവും. വതതീബു, അത് നന്നാവുകയും ചെയ്യും. അഥവാ നിരന്തരം വരുന്ന പരീക്ഷണങ്ങൾ വരുമ്പോ അവര് അവരുടെ മുഖത്ത് നല്ല മുഖപ്രസന്നതയും, അതേപോലെ തന്നെ വലിയ ഒരു നല്ല സന്തോഷം, അവര് കാലത്ത് പഴിക്കുകയോ അതിനെക്കുറിച്ചുള്ള പരാതിപ്പെടുകയൊന്നും ചെയ്യൂല, അവര് ക്ഷമിക്കും എന്ന്. വമൻ യഅ്മുറു മിൻഹും ബിഫദ്ലിൻ ഫഇന്നഹു ഇദൻതമാ ഫീ ആഖിരീന നജീബു. വമൻ യഗ്മുറു മിൻഹും, അവരിൽ നിന്ന് മൂടുകയാണെങ്കിൽ, ബിഫദ്ലിൻ, ശ്രേഷ്ഠത കൊണ്ട്, ഫഇന്നഹു ഇദൻതമാ ഫീ ആഖിരീന നജീബു. ഇദാ മൻതമ ഫീ ആഖിരീന, മറ്റുള്ളവരിൽ ചേർക്കപ്പെട്ടാൽ അവരും നജീബാവും. അഥവാ ഔദാര്യം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടൊക്കെ മൂടുന്ന സമയത്ത് ഇവര് വലിയ ഫദ്ലും അതാവുമുള്ളവരാണ്. അങ്ങനെ ഉള്ള സമയത്ത് ഇതൊന്നുമില്ലാത്ത ഒരാളുകളെ ഇവരിലേക്ക് ചേർത്താൽ ആ ചേർക്കപ്പെട്ട ആളും നജീബുൻ, വലിയ മഹത്വമുള്ളവനും കരീമും ഷരീഫൊക്കെ ആയിട്ട് മാറും. അത്രയും വലിയ മഹത്വം. അതാണ് പറഞ്ഞത് മൂടുക എന്ന് പറഞ്ഞത്. ഫദ്ല് കൊണ്ടും അതാവ് കൊണ്ടും മൂടുമ്പോൾ, അങ്ങനെ മൂടിയാൽ അത്രയും വലിയ ഫദ്ലും അതാവും ഒക്കെ ഉണ്ടാവുമ്പോ, അങ്ങനെ ഇവരെ കബീലയിലല്ലാത്ത, അതല്ലെങ്കിൽ ഇവരെ കുടുംബത്തിൽപ്പെടാത്ത ഒരാളുകളെ ചേർത്താൽ ആ ഇവര് ചെയ്ത അതാവും മഹത്വവും കാരണം ഈ ചേർക്കപ്പെടുന്ന ആള് ഷരീഫും കരീമുമായിട്ട് മാറും. അത്രയും വലിയ മഹത്വം എന്റെ ഖൗമിനുണ്ട്. അതുകൊണ്ട്
ഞാനിപ്പോ വിദൂരത്താണെങ്കിലും അവർക്ക് പ്രയാസങ്ങളൊക്കെ പറ്റി എന്നതുകൊണ്ട് എനിക്ക് ഒരു പരാതിയും ഇല്ല. അള്ളാഹുവിന്റെ ഖളാ അവർക്ക് പറ്റി, ആ പറ്റിയതിൽ അവർ ക്ഷമിക്കുകയും ചെയ്താൽ അത് വലിയ നന്മയുള്ള കാര്യമാണ്. എന്നിട്ട് അവരുടെ സ്വഭാവങ്ങളാണ് പറഞ്ഞത്. എന്റെ ഖൗമിൽ ഫക്കീറന്മാരുണ്ട്, പക്ഷേ അവരുടെ ഫഖർ വെളിവാക്കുകയില്ല. അവര് ഗനിയായിട്ട് ജീവിക്കും. ഗനിയാണെങ്കിലോ അവര് ഉള്ളതുകൊണ്ട് അവര് എന്തെയും കൊടുക്കുന്നവരുമാണ് എന്ന് ഇദ്ദേഹം ഇവരെ കുറിച്ചുള്ള ബലാ കിട്ടിയപ്പോ പറഞ്ഞ വരികളാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.